പഴുത്ത നല്ല 4 ഏത്തക്ക ഇരിപ്പുണ്ട്. നമുക്ക് ഈ 4 ഏത്തക്ക വെച്ച് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. ഒരു നല്ലോണം മാറ്റിയെടുക്കാം. അപ്പോൾ 4 ഏത്തക്ക നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം എല്ലാ ഏത്തപ്പഴം. അപ്പോൾ ഏത്തപ്പഴം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല കണക്ക് കുതിർത്തെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി നെയ്യ് മതി. ഫില്ലിങ് ഉണ്ടാക്കാനാണ്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നല്ല കണക്ക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ നല്ല കണക്ക ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇച്ചിരി നല്ല കണക്ക നമുക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ നല്ല കണക്ക യോജിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ നല്ല കണക്ക ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ അവൽ നനച്ചതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇത് നല്ല കണക്ക യോജിപ്പിച്ചെടുക്കാം. 1/2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കളർ പൊടി ഉണ്ടെങ്കിൽ കളർ പൊടി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല കണക്ക് കലക്കിയെടുക്കാം. ഈ പരുവത്തിന് നമ്മൾ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക നടുക്ക് ഇങ്ങനെ കീറി കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കണം. കണ്ടോ? ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങ എല്ലാം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അവലും തേങ്ങയെല്ലാം ഇതേ കണക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തക്ക എല്ലാം നല്ല കണക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവിൽ മുക്കിയെടുക്കാം. ഒരേന്ന് വീതം നമ്മൾ മാവിൽ മുക്കി നല്ല കണക്ക് ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടെണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടെണ്ണയ്ക്കകത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല കണക്ക് പൊരിയുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏത്തക്ക കിട്ടുമ്പോൾ ഇതേ കണക്ക് നിങ്ങൾ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി രുചിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി രുചിയെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.